സങ്കീർത്തനം 143. ഒന്ന് മുതൽ 12 വരെയുള്ളത് നമുക്കിതിൽ അവസാനം 2 വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാതനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരമറിയണമേ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവനെ പോലെ അവർ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമറിയണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിയവനെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖം എനിക്ക് മറക്കരുത്. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവേ, നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടത്തിൽ നിന്ന് ഉദ്ധരിപ്പിക്കണമേ. നിന്റെ ദയയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയമേ, കരുണാമയ കർത്താവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഈ സമയത്ത് അപ്പാ നിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നീ സമയത്ത് ദൈവമേ, നീ ഞങ്ങളോടും കൂടി ഇടപെടണമേ. എൻ്റെ അപ്പാ, ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ലഭിക്കുവാൻ ഇടവരുത്തണം. തിന്ന് തൃപ്തരായി പോകുന്ന പോലെ പോകാൻ ഇടവരുത്തണം. അപ്പച്ചൻ പ്രവർത്തനം നന്ദി ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. God's name be blessed. വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. I praise and thank God for giving me one more opportunity to stand in midst of you. നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന 143 സങ്കീർത്തനമാണ്. Today we are going to look into Psalms 143. ഇത് പറഞ്ഞിരിക്കുന്നത് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And we can see here it's a Psalms written by David. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ദാവീദില് കഷ്ടത്തിലായിരിക്കുമ്പോഴുള്ളത്, അല്ലെങ്കിൽ ദാവീദ് വിഷമത്തിലായിരിക്കുമ്പോൾ, അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. In the previous weeks we have heard about Psalms where David was in distress, David was in sadness, and today we have come to another Psalms written by David. ഇതിലിപ്പം ഈ സങ്കീർത്തനത്തില് ദാവീദിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കഷ്ടതകളായ കുറെ അനുഭവങ്ങളെ പറ്റിയാണ് ദാവീദ് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. And in here we can see it's a prayer by David to God where he shows the experience that he had to go through when he was in distress. ഇതില് ദാവീദ് അനുഭവിച്ച കുറച്ച് കഷ്ടതകളുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. There was some experience that he had mentioned. ഓരോന്നായിട്ട് വായിക്കുന്നു. ഇതില് 143:3 പറഞ്ഞിരിക്കുന്നു, in verse 3 it says, ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. The enemy pursues me. ഇതിന്റെ 4 പറഞ്ഞിരിക്കുന്നു, എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. My spirit grows faint within me. ഇതിന്റെ 11 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിപ്പിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. In your righteousness bring me out of trouble. ഇതിന്റെ 12 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെ ഒക്കെയും നശിപ്പിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. And in verse 12 it says, in your unfailing love silence my enemies, destroy all my foes, for I am your servant. എന്നാലും ചോദിക്കുക, ഈ 4 വാക്യത്തിലും പലപ്പോഴായിട്ട് ദാവീദ് അനുഭവിച്ച കഷ്ടതയെ പറ്റിയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. And in these 4 verses it shows David's different obstacles that he had to go through. അപ്പം ഒരു ദിവസം നടന്ന സംഭവം അല്ലായിരിക്കും, ചിലപ്പോൾ ഒരു മാസം നടന്നല്ലായിരിക്കും, ചിലപ്പം ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് അവൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ദൈവത്തോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. This might not happen in just one day or 1 month or just in a small time gap. It must have happened in a long time, and he is grieving all those struggles and he's praying to God. എന്നാലും ചോദിക്കുക, അപ്പം അവന് പൂർണ്ണമായൊരു വിശ്വാസമുണ്ട്, അവന് ഉറപ്പായിട്ടും ദൈവത്തിൽ നിന്ന്
ഒരു റിപ്ലൈ കിട്ടുമെന്ന് ഒരു പൂർണ്ണ ഒരു വിശ്വാസമുണ്ട്. And he has complete faith in God that he is going to get a response back from God when he prays to him. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദാവീദ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി പറഞ്ഞു, ദൈവമേ ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു എന്ന് പറയുന്നുണ്ട്. And in here we can see David, for his satisfaction, he says that I remember the old days that happened. അതായത് നമുക്കറിയാം, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയും, നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ദൈവമേ ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പ്രാർത്ഥിച്ചിരുന്നു, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ വിഷമത്തിലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, നീ എൻ്റെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഞാൻ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കേട്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം ഉറപ്പായിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കും, നമ്മൾ ഓരോരുത്തരും പറയുന്നതാണ്. അതുപോലെയാണ് ദാവീദ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Sometimes when we pray, we say these lines as when I prayed to you, you have answered my prayer. When I needed a job, you gave me a job. And when we pray, we say that when I pray now, help me and answer the request that I've got. And just like that, David in here says the same thing. ഇതിൽ നമുക്ക് ദാവീദ് ഓർക്കുന്ന മെയിനായിട്ട് കാര്യമാണ് ഗോലിയാത്തും ദാവീദുമായിട്ടൊരു ഇഷ്യൂ നമുക്കറിയാം അല്ലേ. അവിടെ ദൈവം എത്ര എന്താ പറയുക, ഒരു ദൈവത്തിനൊരു കരുതൽ, ഒരു കരങ്ങൾ അവിടെ പ്രവർത്തിച്ചു, ദാവീദിന് അവിടെ ഒരു വിജയം ലഭിച്ചു. And we all know the story about David and Goliath, the fight, and we all know that how the story ends and how God came in midst and give him the strength to defeat him. ശൗല് ദാവീദിനെ കൊല്ലുവാനായിട്ട് അനേകം പ്രാവശ്യം ശ്രമിച്ചായിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം ദൈവം എന്തോ ചെയ്തു, അവനെ വിടുവിച്ചു, അവനെ തൊടുവാനായിട്ട് അനുവദിച്ചതേയില്ല. ദൈവത്തിന് ഒരു പ്രത്യേക ഒരു കരസ്പർശത്തിൽ ദൈവം ദാവീദിനെ കൂട്ടിക്കൊണ്ടുപോയി. And we know about how Saul wanted to kill David multiple times, and we all know that how God rescued each time David from all those plans that Saul had. പറയാണ്, എൻ്റെ ശത്രുക്കൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴും അവരെന്നെ നിലത്തിട്ട് ചവിട്ടുവാൻ ശ്രമിക്കുമ്പോഴും അവരെന്നെ മാറ്റി നിർത്തുമ്പോഴും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവമേ എന്നെ കൊല്ലുവാനായി ശൗൽ വന്നപ്പോഴും അവരെന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോഴും നീ എന്നെ കാത്തെങ്കിൽ ഇവിടെയും ഉറപ്പായിട്ടും എന്നെ കാക്കും എന്നൊരു വിശ്വാസത്തോട് ദാവീദ് പറയുകയാണ്. And in here he prays that he know when the enemy pursued him, when the enemies crushed him, he got saved from God, and he knows that when he prays now, he knows that God is going to come down and rescue him. ഇവിടെ നമുക്ക് പറയാം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളായാലും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദൈവം നമുക്കൊരു പ്രശ്നം വന്നാലും നമ്മൾ ഓർക്കുക, ദൈവം എന്നെ മുമ്പ് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും എൻ്റെ പ്രശ്നങ്ങളിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കുക. And when we go through these situations, when we go through these kind of problems, we should know that God has previously saved you and rescued you from those obstacles, and now we know that the God has the strength to deliver you out of it. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, 143:6 പറഞ്ഞിരിക്കുന്നു. And in verse 6 it says, ഞാൻ എൻ്റെ കൈകളെ നിങ്കലേക്ക് മലർത്തുന്നു. I spread out my hands to you. രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ചിന്തിക്കാം, രണ്ട് അർത്ഥങ്ങളുണ്ട് അതിന്. And it can be described with two meanings. ഒന്ന്, നമ്മൾ കരങ്ങൾ മലർത്തി ദൈവത്തോടുള്ള പ്രാർത്ഥന. And one is spreading out the hands and praying to God. കരങ്ങൾ മലർത്തി ദൈവത്തോട് അവന്റെ വിഷമങ്ങൾ അവൻ പറയുന്നത്. And the second one is he's saying to God his problems. രണ്ടാമത്തെ കാര്യം, ഒരു നിസ്സഹായ അവസ്ഥയുള്ള ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And the second one, it shows how desperate he is to spread out his hands to him. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നേക്കുന്നത്, നമ്മൾ ചില സമയത്ത് ഒരു ഹോപ്പുമില്ലാത്ത സമയത്ത് നമ്മൾ കൈകൾ മലർത്തിയിട്ട് ദൈവമേ എൻ്റെ കാര്യം ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി പ്രവർത്തിക്കേണ്ടത് നീ മാത്രമാണ്, നമ്മൾ ദൈവത്തിന് മുമ്പിലേക്ക് കാര്യങ്ങൾ നീട്ടാറുണ്ട് അല്ലേ. And sometimes we know from our experience that when we go through issues, we spread out the hands and say, I did this and this is the issue, God please come and help me out of it. ഞാൻ കൂടുതലും ഇതിപ്പോൾ ഇവിടെ വന്നതിന് കേട്ടത് അലിൻ ബ്രദറിൽ നിന്നാണ് കേട്ടേക്കുന്നത്. And I've heard that from Alan a lot of times. അതായത് ഞാൻ പറയും, ബ്രദറെ ജോലി എന്തായി? അപ്പം പറയും, അച്ഛാ മെയിലൊക്കെ ഞാൻ അയക്കുന്നുണ്ട്, ഇഷ്ടംപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് അവരെ ഞാൻ കൊടുത്തേക്കുക, അവർക്ക് തക്ക സമയത്ത് ജോലി തരും. Sometimes I ask him, how's your job hunting going? And he says, I've sent a lot of emails, I'm waiting for responses. And he says that I've left everything with God's hands and I'm waiting for a response from him. അതായത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭദ്രമായിട്ട് അങ്ങ് ഫലമേൽപ്പിച്ചേക്കുക, എൻ്റെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്ന വിശ്വാസത്തോടെ കൂടി ബ്രദർ അങ്ങ് പറയുന്നു. And just like that, we should have the faith that we should give our problems to God and he can come down and solve it for you. നമ്മൾ ചിന്തിക്കുക, പ്രശ്നം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഫലമേൽപ്പിക്കാൻ മാത്രം ചെയ്താൽ മതി, ദൈവം നടത്തിക്കോളും. And when we have problems, the only thing that we have to do is to put that in God's hands.
ഇതിൻ്റെ വേറൊരു കാര്യം ഇതിൻ്റെ 143-9 പറഞ്ഞിരിക്കുന്നു, And in verse 9 it says, നമ്മളെ ഞാൻ നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു എന്ന് പറയുന്നു. it says, "For I hide myself in you." നമ്മളെ മറയ്ക്കുന്ന ദൈവം. And we have a God who hides us. എവിടെ നിന്ന് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ ദൈവം ശത്രുക്കളുടെ മുമ്പിൽ നമ്മളെ അകപ്പെടുത്താതെ നമ്മളെ സെക്യൂർ ചെയ്ത് മറയ്ക്കുന്നൊരു ദൈവം. And how can God hide you? When we have a problem and when we give that to God's hands, He is going to come and hide you from the enemies coming to you. നമ്മൾ ദൈവത്തിന് അടുക്കൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ എന്തൊരു ആവശ്യമായി ദൈവത്തിൽ ചെന്നപ്പോൾ ദൈവം നമ്മളെ മറച്ചിട്ടുണ്ടോ? When we went to God's presence with our problems, did He hide you? നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടിട്ടുണ്ടോ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും? നമ്മൾ കേട്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? And we can see in Psalms that He had hide you with the feathers. അവൻ്റെ ചിറകിൻ മറവിൽ എനിക്ക് ശരണമായിരിക്കും. And I found a shelter under His wings. ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ദാവീദ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്നെ ശത്രുക്കളുടെ അടുത്ത് നിന്ന് മറക്കണമെന്ന് പറഞ്ഞു. And in here David says, God, hide me from my enemies. ശൗല് ദാവീദിനെ കൊല്ലുവാനായിട്ട് അനേകം പ്രാവശ്യം ശ്രമിച്ചു. And we know that Saul has tried multiple times to kill David. ഒന്നറിയാലോ, ശൗല് ഒരു രാജാവായിരുന്നു, ഫലന്മാരെ കൊണ്ട് ഫുൾ അരിച്ചു പറക്കി ദാവീദിനെ തപ്പി. And we know that Saul is a king and he's got multiple soldiers and he had asked them to go and search for David. പക്ഷെ അവിടെ ദൈവവും ദാവീദുമായിട്ടൊരു ബന്ധം ശക്തമായിരുന്നു അവിടെ. But in that we know that God had a good relationship with David at the time. പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടാകേണ്ട ദാവീദ് പറഞ്ഞത് ദൈവം എന്നെ മറയ്ക്കുന്ന ദൈവമാണെന്ന്. Just because the only reason why David said all this stuff is he had 100% confidence in God that God can hide him from Saul. അറിയാം, യോനാഥാന് ദാവീദിനെ കാണാൻ അന്വേഷിച്ചു, കണ്ടു. നമുക്ക് ബൈബിളിൽ ഓബദ്യാവ് ഇങ്ങനെ നമ്മൾ പല ആളുകളും ദാവീദിനെ കാണാൻ ആഗ്രഹിച്ചു, ദാവീദിനെ തപ്പിപ്പോയി കണ്ടു. പക്ഷേ ശൗലിന് മാത്രം ദൈവത്തെ കാണാൻ പറ്റിയില്ല. And when we can read in Bible that Jonathan, he wanted to see David and he tried and searched him and he saw, and we can see multiple people tried to look for David and they found it, but Saul, with all the soldiers that he had, he couldn't find David. അപ്പോൾ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് ദാവീദ് പറഞ്ഞത്, എന്നെ മറയ്ക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം, ശത്രുക്കളുടെ മുമ്പിൽ അകപ്പെടുത്താത്ത ദൈവമാണ് എൻ്റെ ദൈവം എന്ന്. And because he had the confidence, because he had the faith, he was saying, hide me, O Lord, from the enemies that's coming to me. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, 143:8 പറഞ്ഞിരിക്കുന്നു. And in verse 8 it says, ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിപ്പിക്കണമേ. show me the way I should go. നമ്മൾ നടക്കേണ്ടുന്ന വഴി അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. And we have a God who knows which way we should go. ദാവീദിന് അറിയാം, ദാവീദ് നടക്കേണ്ട വഴിയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. ദാവീദ് വിശ്വാസത്തോടു കൂടി ഇത് പറഞ്ഞിരിക്കുന്നു. നമുക്കും പറയാൻ പറ്റും, നമ്മൾ നടക്കുന്ന വഴി ദൈവമാണ് തീരുമാനിക്കുന്നത്. And just like David in here, we should say that we walk in a way where God has planned out for us and we walk in those steps. അല്ലെ, നമ്മുടെ യേശു കുഞ്ഞ് ജനിച്ച സമയത്ത് ബെത്ലഹേമിലെ വിദ്വാൻമാർ പോയായിരുന്നു കാണാനായിട്ട്. And when Jesus was born, we know that the wise men went to see him. രാത്രിയാണ്, എവിടെ പോകണം എങ്ങനെ പോകണം ഒന്നും അവർക്ക് അറിയത്തില്ല. And they know it's darkness, it's night, they don't know where to go and how to go there. അറിയില്ല, അന്ന് ഗൂഗിൾ മാപ്പോ കാര്യങ്ങളൊന്നുമില്ല, എങ്ങനെ പോകണമെന്നൊന്നും അറിയത്തില്ല. And at the time there's no Google Maps, there's no help from any technology. പക്ഷെ അവിടെ നക്ഷത്രം അവരുടെ മുമ്പായി പോയി എന്ന് പറയുന്നു. But we can see that there was a star which was going in front of them. ഒന്നുകൂടെ പറയാണ്, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ദൈവം ഒരു മുഖാന്തരങ്ങളെ ഏർപ്പെടുത്തും, അല്ലേ? And we know that when we have problems there, he will provide the solutions and the source in those situations. ഇതുപോലെ ദൈവം ഇവിടെ ഒരു നക്ഷത്രത്തെ അവർക്ക് മുമ്പായി അയച്ചു. ഏത് ഡെസ്റ്റിനിലാണ് അവർക്ക് പോകേണ്ടത് കറക്റ്റായിട്ട് അവരെ അവിടെ കൊണ്ടെത്തിച്ചു. And just like that, when they wanted to see Jesus, there was a star going in front of them to show them the way to Jesus. നമ്മൾ ഓരോരുത്തരും നമ്മുടെ പോകുന്ന വഴി കറക്റ്റാണോ ഇല്ലയോ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. And we should, when we go throug് our daily lives, we should think inside to ourselves that are we going in a way that God wants us to go? ഒരു ചെറിയൊരു വ്യത്യാസമോ ഒരു ഡൗട്ടോ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൽ മാത്രം അങ്ങ് ഏൽപ്പിച്ചാൽ മാത്രം മതി, ആ വഴി പിന്നെ അങ്ങ് റെഡി ആയിക്കോളും. And if we have any doubts the way that we go, we should just have to put that in God's hands and God will guide you. നല്ലൊക്കെ ആദ്യം ദാവീദ് കുറേ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു, ദൈവമേ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചു, എന്നെ അടിക്കുവാൻ ശ്രമിച്ചു, എന്നെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിച്ചു, എന്നെ അകറ്റി നിർത്തുവാൻ ശ്രമിച്ചു. എന്നിട്ട്
പിന്നെ പറയുന്നു, പണ്ടത്തെ നാളുകളെ ഓർത്തിട്ട് ദൈവമേ ഇത്രയേറെ പ്രശ്നങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമല്ലെന്നാണ് ദാവീദ് പറയുന്നത്. And we can see that he starts with crying that the enemy is coming to him. They want to crush him. They want to take away from his life from him and things like that. But in the middle portion, we can see how he remembers how he got saved from all this time, and at the end he has the faith that God can come out and rescue him from this situation. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ദൈവത്തോട് നീതി പുലർത്തുന്നവരായിരിക്കുക. And we should have we should do what it's deserved to God in God's sight. ഇതിന് 141 പറയുന്നു, നിന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരം അറിയണമെന്നാ. And in first verse it says, in your faithfulness and righteousness come to my relief. നമ്മൾ വിശ്വാസത്തോടും നമ്മൾ ദൈവത്തോടും നീതി പുലർത്തുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. And if we are faithful in God's presence, if we are righteous in God's presence, God is going to come and give you the relief that you need. അങ്ങനെ നമ്മൾ നീതിയുള്ളവരാണെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ശത്രുക്കളുടെ മുമ്പിൽ മറയ്ക്കുക, ശരിയായ പാത നമുക്ക് കാണിച്ചു തരിക, നമുക്ക് പ്രശ്നങ്ങൾ അകപ്പെടുമ്പോൾ നമ്മളെ കാക്കുക, ഇതെല്ലാം ദൈവം നോക്കിക്കോളും. And if we are righteous in God's presence, we don't have to worry when the enemy comes to you. We know that our God can hide us, can protect us from the enemy that's coming for you. അതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതിന് 143:12 പറഞ്ഞിരിക്കുന്നു ലാസ്റ്റിൽ, ഞാൻ നിന്റെ ദാസനാകുന്നുവല്ലോ. And the only thing that we need to do is we have to become a servant in his presence. നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. And we should look into ourselves and think, are we servants in God's eyes? നമ്മൾ ദൈവത്തിന്റെ ദാസനോ ദാസിയോ ആണെങ്കിൽ നമ്മൾ ഇവരെ പേടിക്കേണ്ട, ദൈവം നമ്മളെ വഴി നടത്തിക്കോളും. And if we are God's servants, God is going to guide you in all problems that you face. ഇവിടെ ദാവീദിനെ നടത്തി ദൈവം നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിക്കുന്നു. And I pray that the God who guided David through his problems will guide us in these coming days. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.